So you been in UK അല്ലേ? അതെ. അവിടെ പോയിട്ട് ഇറ്റ്സ് എ കംപ്ലീറ്റ് ഡിഫറെൻറ്റ് പ്ലേസ്, പീപ്പിൾ, കൾച്ചർ, ഫുഡ് എല്ലാം ക്ലൈമറ്റ് എവറിത്തിങ്. സോ ആ ഒരു ഏജിൽ ഇപ്പോൾ നമ്മൾ വേറൊരു ഇപ്പം ഇത്രയും കാലം അങ്ങനെ ഒരു ഈ ഒരു എക്സ്പോഷറിൽ വളർന്ന് മേ ബി കുറച്ചുകൂടെ ഒരു സാധാ കുട്ടീനേക്കാളും കുറച്ചുകൂടെ ഒരു എക്സ്പോഷർ ഉണ്ടാവുമായിരിക്കും. ബിക്കോസ് നമ്മൾ സിനിമയിലാണ് വർക്ക് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ. ദെൻ യു വെൻ ടു തമിഴ്, തെലുങ്കു അങ്ങനത്തെ കുറേ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ യു കെയിലും അങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ പോകുമ്പം ഞാൻ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ആക്ച്വലി സാനിയ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെന്നൊന്നും പറയാറില്ല, എനിക്ക് അതൊക്കെ ഭയങ്കര ഒരു പേടിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ആൻഡ് വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് യു വെൻ ദെയർ ആ സമയത്ത്? സോ ഓണസ്റ്റ്ലി ഐ ഹവ് നോട്ട് ഹാഡ് എനി ബാഡ് ഇൻസിഡൻസ് ദാറ്റ് വേ. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഇന്ത്യക്കുള്ളിലാണെങ്കിലും ഞാൻ ബോംബെയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴും അല്ലാതെ അത് കഴിഞ്ഞ് ഒരു 2 വർഷം ഞാൻ ജോലി ചെയ്തായിരുന്നു ചെന്നൈയിൽ ഒരു ഫേമിന് വേണ്ടിയിട്ട്. അപ്പോഴും ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഒന്നും എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിട്ടില്ല. മൊമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ പേടിച്ച് അങ്ങനെ ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നുമില്ല. അഗൈൻ ഈ എക്സ്പോഷർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പല ലാംഗ്വേജിൽ വർക്ക് ചെയ്തു, പല മനുഷ്യരോട് വർക്ക് ചെയ്തു. എസ്പെഷ്യലി കൂടുതലും ആണുങ്ങളായിരിക്കും സിനിമ ഇൻഡസ്ട്രിയിൽ. എസ്പെഷ്യലി ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ എല്ലാവരും തന്നെ നമ്മൾ ആ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിരിക്കും ആകെ ഉണ്ടാവുന്ന ഒരു ഫീമെയിൽ എന്ന് പറയുന്ന സെറ്റിൽ. ഇപ്പോൾ ഒരുപാട് കൂടി ADs ഒക്കെ ഫീമെയിൽ ടെക്നീഷ്യൻസ് ഉണ്ട് നമുക്ക്. അപ്പം അതുകൊണ്ട് ഫോർ സം റീസൺ അങ്ങ് എക്യുപ്ഡായി ഇങ്ങനെ ആൾക്കാരുമായിട്ട് ബിഹേവ് ചെയ്യാനൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ത്യയിൽ ഒരു പരിധി വരെ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തു പോയി ട്രാവൽ ചെയ്യുന്നത് അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ആകെ പേടിയുണ്ടായിരുന്ന ഡൽഹിയിൽ പോകാനായിരുന്നു. ഞാൻ 1 മാസം ചുമ്മാ ഡൽഹി പോയി നിന്നായിരുന്നു. അതാണ് എനിക്ക് അങ്ങനെ ആദ്യമായിട്ട് ഡൽഹി പോകാൻ എൻ്റെ പേരൻസിൻ്റെ അടുത്ത് ചോദിച്ചു, പോണോ ഡൽഹിയിൽ ഒറ്റയ്ക്ക്? ഐ വാസ് ദെയർ അലോൺ. അപ്പം ഒറ്റയ്ക്ക് പോകണം ആദ്യമായിട്ട് പേരൻസ് ചോദിച്ചൊരു സംഭവം അങ്ങനെയായിരുന്നു. പക്ഷേ എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത്. യെസ്, ഇറ്റ് ഈസ് ക്വൈറ്റ് അൺസേഫ് ഐ വുഡ് സേ. ആൾക്കാർ, ഞാനൊരു കുഞ്ഞ് ഓക്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചത്. അപ്പോൾ ആൾക്കാർ കണ്ണി നോക്കിയല്ല സംസാരിക്കുക, ഇവിടെ നോക്കിയാൽ സംസാരിക്കുക. ലൈക്ക് ഇങ്ങനെ ഹാ ഭയ്യ ബോലിയേ, അപ്പോൾ അവരിങ്ങനെ നോക്കിയായിരിക്കും മിണ്ടുന്നത്. വെരി സ്വീറ്റ് പീപ്പിൾ ദോ. അപ്പോൾ അതൊക്കെ നമ്മളങ്ങനെ അവരിങ്ങനെയാണ് ഞാൻ അങ്ങനെയാണെന്നുള്ള ഒരു ഇതിൽ ഇരുന്നു. അഗൈൻ കമ്മിങ് ടു ലണ്ടൻ, ഐ വെൻറ്റ് ടു ദിസ് ബ്യൂട്ടിഫുൾ യൂണിവേഴ്സിറ്റി. അവിടെ കൂടുതലും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്. മലയാളികൾ കുറവാണ്. ഒരു 3-4 പേരെ മൊത്തം യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ത്യൻസും ഒരു ചെറിയ പെർസെൻറ്റേജ് ഉണ്ട്. ബട്ട് അല്ലാതെ യൂറോപ്യൻസും ലാറ്റിൻ അമേരിക്കൻ ഒക്കെ ഉള്ള പിള്ളേരുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു 6 പേരായിരുന്നു ഒരു ഫ്ലാറ്റിൽ. സോ അവിടെയും വേറെ യൂറോപ്പിൽ നിന്നും US എന്നൊക്കെ ഉള്ള കുട്ടികളൊക്കെ ആയിരുന്നു. ഒരുപാട് കൾച്ചറൽ എക്സ്ചേഞ്ച് ഒക്കെ നടക്കും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും. പിന്നെ ലൈക്ക് യു സെറ്റ് ഫുഡ് UK പറഞ്ഞാലും ഐ തിങ്ക് ഐ പ്രിഫർ ഇന്ത്യയിലുള്ള ഭക്ഷണമാണ് നല്ലതെന്ന് തോന്നുന്നു. അവിടുത്തെ ഫുഡ് അങ്ങനെ വലിയ ടേസ്റ്റ് ഉള്ള പോലെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് പീപ്പിൾ വൈസ് ഓൾസോ ഗുഡ്, ഡീസൻറ്റ്, നത്തിങ് എക്സ്ട്രാ. ആൾക്കാർ പറയുന്ന ഒരു വേറൊരു ലൈഫ് അല്ലെങ്കിൽ ഭയങ്കര ഫ്രീഡം, അതൊന്നും എനിക്കങ്ങനെ. I think that aesthetic of that place maybe. Otherwise, മേ ബി. ആൻഡ് ഓൾസോ ഞാനിത് പറയാൻ ആളല്ല, കാരണം എനിക്ക് ഇവിടെ ആണെങ്കിലും ഒരുപാട് പ്രിവിലേജിൽ ജീവിക്കുന്നുണ്ട്. അവിടെ പോകുന്ന കുട്ടികൾ ശരിക്കും ആക്ച്വലി ഫ്രീഡം ഉണ്ടാവുമായിരിക്കും. എനിക്ക് ഇവിടെ അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അവിടെ എനിക്ക് പിന്നെയും ബുദ്ധിമുട്ടാണ്. ലൈക്ക് ഒരു കാറില്ല, അല്ലെങ്കിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യണമെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകണം എന്നൊക്കെ ഒരു പരാതി ഉണ്ടാവും. ഇവിടെ എനിക്ക് അങ്ങനെയില്ല. രാത്രിയാണെങ്കിലും ഫ്രണ്ട്സ് വരും, കറങ്ങാൻ പോവാം. സോ ഫോർ മീ അതുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചിങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ അവിടെ പോയി സെറ്റിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഇല്ലാത്തത് മേ ബി ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദാറ്റ്. കാരണം അവിടെ അങ്ങനെ ഒരു വലിയൊരു ലൈഫ് ഇസ് വെരി എക്സ്പെൻസീവ്. ഞാൻ വിചാരിച്ചു ആ കാശുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് രാജാവിനെ പോലെ ജീവിക്കാമല്ലോ എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ആക്ച്വലി എൻജോയ്ഡ്. ഇപ്പം ഞാൻ ബിൽഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു ലൈഫ് എന്ന് പറയുന്നത് കുറച്ച് മാസം അവിടെയും കുറച്ച് മാസം ഇന്ത്യയിൽ നിൽക്കാൻ പറ്റുന്ന പോലത്തെ കൺസൾട്ടിങ് ആണ് ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നത് ഇപ്പം. അപ്പോൾ അവിടുത്തെ ക്ലയൻസിനെ വെച്ച് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ക്ലയൻസ് ചെയ്യുക, നാട്ടിൽ നിൽക്കാൻ പറ്റുക കാശുകൊണ്ടെന്നുള്ള ഒരു പ്ലാനാണ് എനിക്ക് ലൈഫിൽ. ബിക്കോസ് ഐ എൻജോയ് ആ ഒരു ഫ്ലെക്സിബിലിറ്റി.